ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ 9 ഇടങ്ങളിലെ ഭീകരകേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പ്രതികരിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അവർ രണ്ടുപേരും, അതായത് ഇന്ത്യയും പാകിസ്ഥാനും കുറെ കാലമായി തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഇതൊക്കെ ഉടൻ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു. Just heard about it. I guess people knew something was going to happen based on a little bit of the past. They've been fighting for a long time. They've been fighting for many, many decades and centuries, actually, if you really think about it. No, I just hope it ends very quickly. ട്രംപ് പറയേണ്ടിയിരുന്നത് ഇതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പറയുന്നത് ട്രംപ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ട് ഈ വാചകം പ്രതീക്ഷിച്ചാൽ മതി. സ്വന്തം രാജ്യത്തിന് ക്ഷീണമുണ്ടായ തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായി ഉസാമ ബിൻ ലാദന്റെ പാകിസ്ഥാനിലെ ഒളിത്താവളത്തിൽ കടന്ന് മറുപടി കൊടുത്തവരാണ് അമേരിക്ക. അതേ അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് 26 നിരപരാധികളായ മനുഷ്യരെ വെടിവെച്ചുകൊന്ന ഭീകര ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള തമ്മിലടിയായി ട്രംപിന് തോന്നിയെങ്കിൽ അതിനുള്ള മറുപടിയും ഒട്ടും വൈകരുത് എന്നാണ് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ഇന്ത്യയിൽ നടന്നത് തീവ്രവാദി ആക്രമണമാണ് എന്ന് പോലും പറയാൻ ചില മാധ്യമങ്ങൾക്ക് മടിയായിരുന്നു എന്ന് ഓർക്കുക. മിലിറ്റൻസ് അഥവാ പോരാളികൾ എന്ന വാക്കാണ് BBC പോലും പ്രയോഗിച്ചത്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അത് മൂർച്ഛിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചപ്പോൾ തീവ്രവാദി ആക്രമണം എന്നെടുത്തു പറഞ്ഞു എന്നത് പ്രത്യേകം ഓർക്കണം. And so it pains me to see relations reaching a boiling point. I understand the raw feelings following the awful terror attack in Pahalgam on 22 April. I once again strongly condemn that attack and extend my condolences to the families of the victims. Targeting civilians is unacceptable, and those responsible must be brought to justice through credible lawful means. It is also essential, especially at this critical hour, to avoid a military confrontation that could easily spin out of control. അതേസമയം UN രക്ഷാസമിതിയിൽ പ്രതികരിച്ച പാകിസ്ഥാൻ ആകട്ടെ പതിവ് പല്ലവി പാടുകയായിരുന്നു. ഞങ്ങൾക്ക് പങ്കില്ലെന്നും ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ കളിയാണ് എന്നുമുള്ള കിളിപ്പാട്ട്. An attack which has been condemned by Pakistan and all members of the council. But what India is claiming is nothing but recycled allegations, unsubstantiated, unverified, designed to serve its political interests and strategic objectives. പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ ഒരു നിലപാടും ഒരു നടപടിയും എടുക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് തീവ്രവാദ കേന്ദ്രങ്ങൾ ഇപ്പോഴും സജീവമായി ആ രാജ്യത്ത് നിലകൊള്ളുന്നത് എന്ന ഇന്ത്യയുടെ നിലപാടിന് തെളിവാണ് എയർ സ്ട്രൈക്കും ഈ ഓപ്പറേഷൻ സിന്ദൂറും. കാരണം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യമിട്ടത് ഭീകര കേന്ദ്രങ്ങളാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നത് വളരെ വലിയ സത്യമാണ്. പക്ഷേ ഭീകരതയ്ക്കെതിരെ യുദ്ധം ചെയ്തില്ലെങ്കിൽ നാളെ വീണ്ടും നിരപരാധികളെ കൊന്നൊടുക്കും. അതുകൊണ്ടാണ് പഹൽഗാമിൽ കണ്ണീരണിഞ്ഞവർക്ക് ഇത് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത്. പഹൽഗാമിൽ കൊല്ലപ്പെട്ട 26 പേരുടെ ബന്ധുക്കൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതും അതുതന്നെയായിരുന്നു. Whatever we saw in the morning, as I told you, it was a big relief that some action has been taken by government. But as I told you that whatever is lost, we are not going to get it back. ये बहुत ही अच्छी बात है कि जो उन्होंने मोदी साहब ने बदला लिया है, और मैं उनके साथ हूँ, जनता उनके साथ है और हमारा सारा परिवार उनके साथ है. मैं और सेना के जवानों को यही मैसेज देना चाहती हूँ कि आगे बढ़ते रहो और ऐसे ही बदला लेते रहो. ഓപ്പറേഷൻ സിന്ദൂർ ആ പേരിന് പോലും വലിയ പ്രാധാന്യമുണ്ട്. മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന, അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ഇതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയിം ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. സോ ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ് whoever who have done this operation, and big thank you to the government, the Prime Minister and the army people who have been working for it and behind it and working continuously forward. അമ്മയ്ക്ക് ആ പേര് സിന്ദൂർ എന്ന് കേട്ടപ്പോ അമ്മയും അത് തന്നെയാണ് പറഞ്ഞത്. ഇതിലും നല്ലൊരു ഓപ്പറേഷൻ, ഇതിലും നല്ലൊരു ടാഗ് ലൈനോ ഒരു പേരോ
ഇനി കൊടുക്കാനില്ലല്ലോ എന്നാണ് അമ്മ പറഞ്ഞത്. നമ്മളടക്കമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ആർമിയിൽ അല്ലാത്തവർക്ക് നമുക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആർമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുക, നമ്മുടെ പേട്രിയോട്ടിസം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വാട്ട് എവർ ഇറ്റ് ഇസ് അതിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഹിമാൻഷിയും ആൻഡ് ഓൾ ദ വിക്ടിംസിനും ഇതൊരു കംഫർട്ട് കൊടുക്കട്ടെ, കുറച്ചെങ്കിലും റിലീഫ് കൊടുക്കട്ടെ, ഇതൊരു ക്ലോഷർ ആകട്ടെ ഫോർ ആൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ. ഒരിക്കൽ കൂടി പറയട്ടെ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം കൂടുതൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്നും നിരപരാധികളെ കൊന്നൊടുക്കുമെന്നും ഏവർക്കും അറിയാം. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല ആരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടേത് പാകിസ്ഥാന് നേരെയുള്ള ആക്രമണമല്ല, തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ്. തീവ്രവാദത്തിന്റെ വേരറുക്കുന്നത് ലോക സമാധാനത്തിനു വേണ്ടിയാണ്.